ഹലോ നമസ്കാരം, എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മുടെ ഡേ അതായത് ഇന്ന് ഫ്രൈഡേ ആണ്. പക്ഷെ നമ്മുടെ ലാലേട്ടൻ വന്നൊരു എപ്പിസോഡായിരുന്നു കേട്ടോ ഇന്ന് നടന്നത്. കാരണം എനിക്ക് തോന്നുന്നു നാളെയും മറ്റന്നാളും കാണില്ലെന്ന്. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. നമുക്ക് പ്രമോ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. കാണില്ലെന്ന് തന്നെ ഒന്നല്ലേ നാരു. അതെ ലാലേട്ടൻ കാണത്തില്ല. പിന്നെ അടുത്ത ആഴ്ച വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. നാളെ വരുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും കാണത്തില്ല. ആളൊരു വെക്കേഷൻ എല്ലാം കണ്ടാണ്, അമേരിക്കയിലാണ്. അപ്പം വീഡിയോ കോളിലാണ് ഇന്നത്തെ പരിപാടികളെല്ലാം നടന്നത്, ചോദ്യങ്ങളെല്ലാം നടന്നത്, നിർത്തിപ്പൊരിച്ചതും. അപ്പൊ ഈ സ്റ്റേജ് ഇന്ന് ഇച്ചും കൂടി സംസാരിച്ചിരുന്നെങ്കിൽ ഇച്ചും കൂടി നല്ല ഒരു രസമായിരുന്നു തന്നെ. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഡേ കുറച്ച് ദിവസത്തെ കാണിക്കുമല്ലോ, തലേന്നത്തെ. അങ്ങനെയാണ് ഇന്ന് തുടങ്ങുന്നത്. അപ്പൊ തുടക്കത്തിൽ കാണിച്ച എന്താന്ന് വെച്ചാൽ നമ്മുടെ അനീഷും അനുവും ജയിലിലാണല്ലോ. അപ്പോഴത്തേക്ക് അനീഷൻ ഇവരുടെ ടൈം കഴിഞ്ഞിട്ട് ബെല്ലടിക്കുന്നുണ്ട്. ജയിലിലുള്ള സമയം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഉടനെ അനീഷിന്റെ അടുത്ത് നല്ല ഉറക്കമാണ് കേട്ടോ. അനു പറയുന്നുണ്ട് ജയിൽ ടൈം കഴിഞ്ഞു ഇറങ്ങാന്ന് പറഞ്ഞാൽ അനീഷ് എവിടെ കേൾക്കാൻ നല്ല രീതിയിൽ ഉറക്കമാണ് കേട്ടോ. ഒരു അനക്കം പോലും അനീഷിന്റെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മുടെ ശരത്ത് വന്ന് കീ കൊണ്ട് ജയിൽ തുറന്നു. അനു ഇറങ്ങിപ്പോയി. എന്നിട്ടും നല്ല ഉറക്കമാണ് അനീഷ്. അവസാനം അനീഷിനെ വിളിച്ച് എണീപ്പിച്ച് പുറത്തു പോയി കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അക്ബറും ശരത്തും കൂടെ സംസാരിക്കുന്നുണ്ട്. അതെ അക്ബർ പറയുന്നുണ്ട് നമ്മുടെ അനു പാവ എടുത്തോണ്ട് അകത്തോട്ട് പോയതിനെ പറ്റിയാണ് അക്ബർ പറയുന്നത്. അതായത് ജയിലിൽ പോകുമ്പോ ഇതേപോലുള്ള കാര്യങ്ങൾ, അതായത് ഒരു ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവയ്ക്കൂടാ. അതായത് അവിടെ ഒരു കംഫർട്ട് സോണിൽ അല്ലല്ലോ ജയിലിൽ പോകേണ്ടത്. അതെ അപ്പൊ അതൊക്കെ ഉള്ള റൂളിൽ ഉള്ളതാണ്. അപ്പം പക്ഷെ അനു പാവ എടുത്തോണ്ട് പോയതിനെ പറ്റി അക്ബർ ചോദിക്കുന്നുണ്ട്. അതങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ, അത് ക്യാപ്റ്റനിൽ തടയണ്ടേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് അവർക്ക് വേറെ ആർക്കും അത് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അപ്പാനിയാണ് ക്യാപ്റ്റൻ. അപ്പാനി പറയുന്നുണ്ട് ഞാനത് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതൊരു അടുത്തൊരു വഴക്കാവും, അങ്ങനെ ആവും, പ്രശ്നമൊക്കെ ആവും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ വരുന്ന ഇതിന്റെ ഇടയ്ക്ക് വേറൊരു സംഭവം നടന്നു കേട്ടോ. നമ്മുടെ ശരത്ത് അനു കുളിക്കാൻ അങ്ങോട്ട് പോയ ടൈമിൽ, അല്ലെങ്കിൽ ഡ്രസ്സ് മാറാൻ അങ്ങോട്ട് പോയ ടൈമിൽ ഈ പാവ എടുത്തോണ്ട് പോയി. അപ്പൊ ആര്യന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ആര്യൻ അതെടുത്തിട്ട് നമ്മുടെ അവിടെ ഒരു മരം ഉണ്ടല്ലോ, ഇവരുടെ ഈ ബെഡിന്റെ ആ ഒരു സൈഡിലായിട്ട് ഒരു ഡെക്കറേഷൻ, ഒരു മരം പോലെ. അതെ അതിന്റെ മണ്ടയിലാണ് കണ്ട ആദ്യം കെട്ടിത്തൂക്കി അങ്ങോട്ട് ഇടും, അല്ല കഴുത്തി കെട്ടിത്തൂക്കി ഇടുന്ന പോലെ ഇടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അപ്പാനി വന്നിട്ട് അത് ഇച്ചും കൂടി മേളിലായിട്ടൊക്കെ കെട്ടുന്നുണ്ട്. അങ്ങനെ ഇച്ചിരി നെവിൻ വന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് കെട്ടുന്നുണ്ട്, എടുക്കാൻ പറ്റാത്ത രീതിയിൽ കെട്ടുന്നുണ്ട്. അപ്പൊ ഇത് ഒരുങ്ങിക്കൊണ്ട് ഇന്ന് അങ്ങോട്ട് കയറി വരുന്നുണ്ട് ഇത് കണ്ടിട്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ വന്നിട്ട് അഴിച്ചു മാറ്റുന്നത്, എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണണമായിരുന്നില്ലേ? അഴിച്ചു മാറ്റിയിട്ട് അതിനെ ഒരു കുഞ്ഞിനെ പോലൊക്കെ എന്തോ ഷീറ്റൊക്കെ കൊണ്ട് പൊതിഞ്ഞിട്ട് ബെഡിൻ നമ്മുടെ അവർക്ക് കൊടുക്കുന്ന ബാഗ് ഉണ്ടല്ലോ അതിന്റെ അകത്തൊക്കെ ആക്കി വെക്കുന്ന കണ്ടു കേട്ടോ. അപ്പൊ എന്തിനാണോ എന്തോ ഇതിനൊക്കെ ഇങ്ങനെ എനിക്കറിയാൻ വയ്യ. അല്ല, ആ എക്സ്പ്രഷൻ ഒക്കെ ലാസ്റ്റ് പറയുന്നോണ്ട് ഞാൻ കണ്ടന്റ് കൊടുത്തയാണെന്നുള്ളതും പറയുന്നുണ്ട്. അതെ ആദ്യമേ നമുക്കൊരു എല്ലാവർക്കും ഒരു ഡൗട്ടിലുണ്ടായിരുന്നു. ഒരു 50-50 ആൾക്കാര് അനുമോളുടെ അത് യഥാർത്ഥത്തിലുള്ള അനുമോൾ അങ്ങനെയാണ്, പിന്നെ കണ്ടന്റിന് വേണ്ടി എക്സ്പ്രഷൻ ഇടുന്നതാണ്, മുമ്പത്തെ കണ്ടസ്റ്റന്റിനൊക്കെ കോപ്പി ചെയ്യുന്നതാണ് എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. അങ്ങനെയാണ് അനുമോൾ എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ അനുമോൾ തന്നെ ഇന്ന് പറയുന്നുണ്ട് കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണ് ഓരോന്നൊക്കെ എന്നൊക്കെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ വരുന്നുണ്ട്. ലാലേട്ടൻ വരുമ്പോ എല്ലാരും ഞെട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വീട്ടുകാർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു തോന്നുന്നു കേട്ടോ ഇന്ന് ലാലേട്ടൻ വരുമെന്ന്. വന്നത് നമ്മുടെ വീഡിയോ കോൾ വഴിയാണ് വന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ ഇന്ന് US-ലാണ്, എനിക്ക് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്. പക്ഷെ എനിക്ക് ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ഞാൻ ഇത്രയും നമ്മളൊരു സീസൺ 7 വരെ നടത്തിയിട്ടുണ്ടെങ്കിലും ബോയ്സുകൾ തമ്മിൽ അടിയും കാര്യങ്ങളും ഫിസിക്കൽ അസോൾട്ടും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഗേൾസ് തമ്മിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. അതെ അനുമോളും ജിസേലിന്റെയും കൂടെ തർക്കമാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ വീഡിയോ ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അനുമോളിലും വിളിച്ചു നിർത്തിയിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനു എന്താണ് പ്രശ്നം, ഗിസയിലാണോ പ്രശ്നം, ഈ ഒരു പ്രശ്നമൊക്കെ എന്താണ്, നിങ്ങൾ കരയുമ്പോൾ ശരി, ബാക്കിയുള്ളവർ കരയുമ്പോൾ അത് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ? ബിഗ് ബോസ് പറയുന്ന കേൾക്കുന്നില്ല, അവിടെയുള്ള ക്യാപ്റ്റൻ പറയുന്ന കേൾക്കുന്നില്ല, ആരും പറയുന്ന കേൾക്കുന്നില്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, ഇവിടെ എല്ലാവർക്കും ഉള്ളതാ, കിച്ചണിൽ ആരും കയറരുതെന്ന് പറയുന്നു എന്നും പറഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഗിസേലിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഗിസേൽ എന്താണ് പ്രോബ്ലം, ഒരു വട്ടം പറഞ്ഞതാണ്, പല കാര്യങ്ങളും പിന്നീടും നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ഒരു നല്ല ഗെയിമർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ, പക്ഷെ നിങ്ങളൊരു നല്ല ഗെയിമർ ആണെന്നും ഒക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ രീതിയിലല്ല പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ആര് പറഞ്ഞാലും ചെയ്യില്ല, ബിഗ് ബോസ് പറഞ്ഞാലേ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഗെയിം വന്നാൽ ചെയ്യുന്നില്ല, ഒന്നും വന്നാൽ ചെയ്യുന്നില്ല,
ബിഗ് ബോസ് ഇപ്പോഴും പറയണമെന്ന് നമ്മൾ അനുവിന്റെ അടുത്തും ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് രണ്ടുപേർക്കും കൊട്ട് കൊടുക്കുന്നുണ്ട്. ലാലേട്ടൻ നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട്, പറഞ്ഞും കൊടുക്കുന്നുണ്ട്. അതെ, അപ്പൊ നമ്മുടെ വീഡിയോ പ്ലഗ് ചെയ്ത് കാണിക്കാൻ, അതായത് ഈ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന സംഭവം ഈ ഗിസയിലും അനുവും തമ്മിലുള്ള ആ ഒരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ, പലരും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നു. പക്ഷെ ഈ ഗിസയിൽ തള്ളിയതിന്റെ അത്രയും ഡെപ്ത് അവിടെ ഉള്ളവർക്ക് മനസ്സിലായത് ഈ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും. കാര്യം അനു മുഖത്ത് അടിച്ചതാണ് ഭയങ്കരമായിട്ട് അവിടെ എടുക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ ജിസേൽ അതേപോലെ തള്ളി എന്നുള്ളത് കാര്യം ഈ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ജിസേൽ തന്നെ ഒന്ന് ഞെട്ടിയിട്ടുണ്ട്, ഇത്രയും സ്പീഡിലായിരിക്കും ഞാൻ തെള്ളിയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. അതെ, അപ്പോഴത്തേക്ക് ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. അതെ, അവർക്ക് പിന്നെ ഒരു സ്വേച്ഛാധിപതിയുടെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം. അതായത് ലിപ്സ്റ്റിക് ഇടാതിരിക്കാം, അതൊന്ന് ക്ലിയർ ആക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അല്ലെങ്കിൽ ഗിസേൽ തന്നെ അത് പറയായിരുന്നു എന്ന് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഗിസേൽ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കായിരുന്നു. ഇടയ്ക്കൊക്കെ കുറച്ച് കള്ളം പറഞ്ഞ പോലെ തോന്നിയില്ലേ? അതെ, ചെറുതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് അനുവും ഉണ്ടായിരുന്നു. അപ്പൊ അനു അങ്ങോട്ട് തിരിച്ചു പറയുന്നുണ്ട്, അല്ല ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലാലേട്ടൻ ചോദിക്കാണ്, ബിഗ് ബോസ് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കാറുണ്ടോ എന്ന് നോക്കുമ്പോ അനു പറയുന്നുണ്ട്, ബിഗ് ബോസ് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ മേക്കപ്പ് ഒന്നും ഇടരുതെന്ന് പറഞ്ഞല്ലേ എന്ന് പറയുമ്പോ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബിഗ് ബോസിന്റെ റൂൾസ് എല്ലാം ചെയ്യുന്നുണ്ടോ? എന്തൊക്കെ മോശമാണ് ആ പറയുന്നത്, എല്ലാവരുടെയും പേഴ്സണൽ ആയിട്ട് പറയുന്നുണ്ട്, വീട്ടിൽ ഇരിക്കുന്നവര് പ്രാവുന്നുണ്ട്, അതേപോലെ തന്നെ നശിച്ചു പോവട്ടെ എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ ശരിയായിട്ട് തോന്നുന്നുണ്ടോ എന്ന് അനുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അനു പറയുന്നുണ്ട്, അത് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതാണൊക്കെ തോന്നി, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞേന്ന് പറഞ്ഞു കേട്ടോ. അനുവിന്റെ ഒരു മന്ത്രമായിട്ട് തോന്നുന്നുണ്ട് ഇത്, എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന, എന്നെ ഒറ്റപ്പെടുത്തുവാണ്, ഇത് മന്ത്രം പോലെ പറഞ്ഞു നടക്കും അനു കേട്ടോ. അപ്പോ നമ്മുടെ ലാലേട്ടൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇത് ഒരു ഗെയിം അല്ലേ, അപ്പൊ അങ്ങനെ ടാർഗറ്റ് ചെയ്യണമല്ലോ, അല്ലാതെ ഇവിടെ ഫാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതൊന്നും അല്ലല്ലോ. അപ്പോ അത് നിങ്ങൾ ഗെയിം ആയിട്ട് കളിക്കുക, മനഃപൂർവ്വം ചെയ്യുന്ന ആയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അതായത് ലാലേട്ടൻ പറയുന്നുണ്ട്, ഇപ്പം ഫോട്ടോ കത്തിക്കുമ്പോൾ പ്രശ്നമെന്ന് പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കാരണം ഫോട്ടോ കത്തിക്കുമ്പോൾ പ്രശ്നമാണ്, പിന്നെ ബിഗ് ബോസ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നു, പിന്നെ പലരും പലതും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ അങ്ങനെയല്ല പഠിപ്പിച്ചെന്ന് പറയുന്നു. ഇതൊക്കെ എന്താന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ലാലേട്ടൻ ഇന്നും ചോദിക്കുന്നുണ്ട്, അനുമോള് കരഞ്ഞ കുഴപ്പമില്ല, ബാക്കിയുള്ളവർ കരഞ്ഞ കുഴപ്പം എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല രീതിക്ക് അനുമോളിന് നല്ല രീതിക്ക് കൊട്ട് കൊടുക്കുന്നുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാ. പക്ഷെ പുള്ളിക്കാരി ആ ലെവലിലോട്ട് എടുക്കുന്നില്ല, ഭയങ്കരമായിട്ട് അപ്പോഴും ഇമോഷണൽ ആവുന്നുണ്ട്. ചിലതൊക്കെ പുള്ളിക്കാരി ഒറിജിനൽ ആയിട്ട് ചെയ്യുന്നതാകാം, പക്ഷെ നമ്മൾ ഈ സ്ഥിരം ഇത് കാണുമ്പോഴത്തേക്ക് നമുക്കത് തോന്നത്തില്ല. എല്ലാം അത് കൈന്നിട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അതാ ഇതിന്റെ ഒരു കുഴപ്പം. അതെ, അപ്പൊ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇപ്പൊ ഈ ചുണ്ടിലൊക്കെ കയറി തൊട്ടത് ഇപ്പൊ അവരുടെ മുഖത്തോ കണ്ണിലോ ഒക്കെ കൊണ്ടു കഴിഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യൂ നോക്കുമ്പോഴത്തേക്ക് അനു പറയുന്നുണ്ട്, ബിഗ് ബോസ് പറഞ്ഞായിരുന്നു റൂൾസ് എന്തെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവ്, അങ്ങനെ തെളിവിന് വേണ്ടി തൊട്ടയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഇതിന് വരെ നിങ്ങളുടെ ചുണ്ടിൽ ഇങ്ങനെ കയറി പിടിച്ചാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണ്, പ്രത്യേകിച്ച് ഏതെങ്കിലും ആൺകുട്ടികളോ ചെയ്തിരുന്നെങ്കിലോ അത് പിന്നെ അവിടെ വലിയ പ്രശ്നമാവത്തില്ല എന്ന് നോക്കുമ്പോ അനു പറയുന്നു, അത് എനിക്ക് അറിയില്ല ലാലേട്ടൻ. അപ്പം ലാലേട്ടൻ പറയുന്നു, അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നിട്ട് ഗിസലിനോടും പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തതും തെറ്റാണ്, തിരിച്ച് പിടിച്ച് തള്ളുമ്പോ അവിടെ എന്തെങ്കിലും സാധനങ്ങളോ കാര്യങ്ങളൊക്കെ ഇരുന്നതിൽ മൂർച്ചയുള്ള കിച്ചണിലല്ലേ, പോയി വീണിരുന്നെങ്കിൽ എന്ത് ചെയ്യും? തലവെല്ലാം ബാക്കി വന്ന് ഇടിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഭയങ്കര പ്രശ്നമാണ്, ബിഗ് ബോസിന് തന്നെ പ്രശ്നമാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച CID പണി ചെയ്തോളം പറഞ്ഞോണ്ടാണെന്ന് അറിയത്തില്ല, അനുമോൾ ഇച്ചിരി ഓവർ കോൺഫിഡൻസ് ആയെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അനു പറയുന്നുണ്ട്, ഇവിടെ ഒരു ഗ്യാങ് ആയിട്ടാ ലാലേട്ടൻ എന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇടയ്ക്ക് ആദിലെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദില പറയുന്നുണ്ട്, അനു ഇത് തെറ്റാന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരാളുടെ അനുവാദം ഇല്ലാതെ തൊടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ആദിലയും പറയുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴാണ് അനു പറയുന്നത്, എല്ലാരും എന്നെ ഗ്രൂപ്പായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു, ഗ്യാങ് ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലാലേട്ടൻ പറയുന്നു, അങ്ങനെയല്ലേ, ഇതൊരു ഗെയിം അല്ലേ, അപ്പം ഗ്യാങ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ തിരിച്ച് നിങ്ങളും ഗ്യാങ് ആയിട്ട് ഒരു ഗ്യാങ് ഫോം ചെയ്യൂ എന്നിങ്ങനെ പറയുന്നു. അതെ, അപ്പൊ അങ്ങനെ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ ഇവിടെ ഗെയിം കളിക്കാൻ എല്ലാവരും വരുന്നത്, അപ്പൊ അവരൊരു ഗ്യാങ് ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് ബിഗ് ബോസിന് ലാലേട്ടൻ ഇപ്പൊ എനിക്കോ, അതായത് ലാലേട്ടൻ പറയുക, എനിക്കോ ഗ്യാങ് ഉണ്ടാക്കിക്കൂടാ, അങ്ങനെ ചെയ്യരുത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവര് ഗെയിം കളിക്കുന്ന, അവര് പല സ്ട്രാറ്റജിയും ഫോം ചെയ്യും, നിങ്ങൾ അതൊക്കെ വേണമെങ്കിൽ സ്ട്രാറ്റജി ഫോം ചെയ്തോ അതെന്ന് പറയുന്നുണ്ടല്ലോ. എന്നിട്ട് അപ്പൊ അനു പറയുന്നുണ്ട്, സോറി ലാലേട്ടാ, ഇവരൊരു ഗ്യാങ് ആയിട്ടിരുന്ന് എന്നെ കളിയാക്കുന്നുണ്ട് പറ്റിയാന്ന് പറഞ്ഞിട്ട് അനു പറയുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോഴത്തേക്ക് ഗിസേലിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഗിസേൽ ഇതൊന്നും ശരിയല്ല, ഇപ്പൊ അവർക്ക് എന്തെങ്കിലും പോയി വീണ് എന്തെങ്കിലും പറ്റിരുന്നെങ്കിലോ എന്ന് ചോദിച്ചപ്പോ ഗിസേൽ പറയുന്നത്, ഇത് സെക്കൻഡ് ടൈം ആണ് എന്നെ ഇങ്ങനെ ഫിസിക്കലി ഇങ്ങനെ ഇത് ചെയ്യുന്നത്, എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് അതൊട്ടും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തു പോയതാ, സോറി എന്ന് പറഞ്ഞ് ഗിസേലും പറയുന്നുണ്ട്. അത് ഗിസേലിന്റെ ഒരു സ്ട്രോങ് പോയിന്റ് തന്നെയായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനുവിനെ തെള്ളിയത് ഒരു തെറ്റ് തന്നെയാണ്. പക്ഷെ അനു ഇതിനു മുമ്പ്
ഒരു വട്ടം ഗിസേലിനെ തട്ടിയിട്ടുണ്ട് കയ്യിൽ. അപ്പൊ അത് വെച്ചുകൊണ്ട് ഗിസേലിന് നല്ല രീതിക്ക് വാദിക്കാൻ പറ്റും. അത് രണ്ടാമതൊരു അറ്റംപ്റ്റ് കൊണ്ടാണ് ഞാൻ തെളിയെന്നും പറഞ്ഞിട്ട് ഗിസേലിന് നല്ല രീതിക്ക് വാദിക്കാൻ പറ്റി ഇവിടെ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു കുഴപ്പം. അപ്പൊ അനു കൺട്രോൾ ചെയ്യേണ്ട കാര്യം അനുവിന് തന്നെ വേണ്ട ആവശ്യമുണ്ട്. അനുവിന്റെ മുമ്പോട്ടുള്ള ഗെയിമിന് അത് നല്ലത് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റന്റെ നിലപാട് എന്താന്ന് നമ്മുടെ അപ്പാനിയുടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അപ്പാനി എണീറ്റിട്ട് പറയുന്നുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അവന് കേൾക്കില്ല, എന്ത് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ പറഞ്ഞാലും അവന് ചെയ്യില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനുവിന്റെ അടുത്ത്. അപ്പൊ അനു പറയുന്നു ഇവിടെ ഒരാളുടെ അല്ല, ഇവിടെ 14 പേരുടെ ഒരു ഡിസ്കഷൻ കണക്കാണ് നടക്കുന്നത്. ഇവിടെ 15 പേരും ഒരു ഗ്യാങ് ആയിട്ട് നിന്നിട്ടാണ് തീരുമാനിക്കുന്നതെന്ന് പറയുന്നു. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നു അതേ അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എണ്ണിക്കാൻ പറയുന്നു. ആരും കൈവെക്കുന്നില്ല. ഏറ്റവും രസം അതല്ല, നമ്മുടെ ഈ അനുവിന്റെ കൂടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ആദിലയും നൂറയും ശൈത്യയൊക്കെ ചേർത്താണ് അനു ഇത് പറയുന്നത്. അതാ ഏറ്റവും വലിയ രസം. അപ്പോ അനു പറയുന്നുണ്ട് അതാരും പറയില്ല ലാലേട്ട, കാരണം അവർക്കാർക്കും അത് പറയാനുള്ള ഇതില്ല, പേടിയായിട്ടിരിക്കുവാണ്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു ഈ കൂട്ടത്തിലുള്ള എല്ലാവർക്കും പേടിയായിട്ടിരിക്കുകയാണെന്നാണോ പറയുന്നത്, ഈ ബാക്കിയുള്ള എല്ലാവരും പേടിയായിട്ടിരിക്കുകയാണെന്നോ പറയുന്നതെന്ന് നോക്കുമ്പോ അനു പറഞ്ഞു അതെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇപ്പൊ എല്ലാവരും എങ്ങനെ അങ്ങക്ക് അങ്ങനെ പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ശൈത്യയുടെ അടുത്ത് ചോദിക്കുന്നു, ശൈത്യ ഫ്രണ്ട് അല്ലേ, ശൈത്യ പറയൂ എന്താണ് അനുവിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ശൈത്യ പറയുന്നുണ്ട് ആ കിച്ചണില് ഡ്യൂട്ടി ചെയ്യാതിരുന്നത് തെറ്റ് തന്നെ, അത് ഞാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് അവള് പോയിട്ടും അവളുടെ കിച്ചൺ ഡ്യൂട്ടി മാറ്റി വെസൽ ക്ലീനിങ് കൊടുത്തപ്പോഴും അവളത് ചെയ്യാതെ തേരപ്പന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയും അല്ല അതൊന്ന് പറഞ്ഞ ഇവര് ലാലേട്ടൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ഇവര് ആദിലും നൂറയും ശൈത്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇല്ലേ, ഈ വീക്ക് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അനു അത് ചെവിയിലേ എടുക്കുന്നില്ല. അത് അവര് സംസാരിക്കുന്ന ബ്ലോക്ക് ചെയ്തിട്ട് അനു പറയാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അനു വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന പറഞ്ഞാൽ എന്നെ ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യുന്നു, എന്നെ ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നു. അവരെ തട്ടി മാറ്റിയാലല്ലേ എനിക്ക് ഒറ്റപ്പെടൽ കാണിക്കാൻ പറ്റൂ. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു ഗെയിമിനെ മുന്നിൽ നിർത്താനാണ് അനു ശ്രമിക്കുന്നത്. അപ്പൊ അതാണ് പ്രശ്നം. അത് ഇവിടെ തന്നെ ആണെങ്കിൽ ഇവിടെ ഇത്രയും നേരം കൂടെ എന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ആ ഗ്യാങ് അനുവിന്റെ കൂടെ എന്നവരെ തന്നെ ചേർത്താണ് അനു ഗ്യാങ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഈ അനുവിന്റെ അനുവിന്റെ ഗെയിമാണ് അത്. അനുവിന്റെ ഗെയിമിന്റെ പ്രശ്നം അത് തന്നെയാണ്, അനുവിന്റെ ഉള്ള പ്രശ്നവും അത് തന്നെ. അപ്പോഴത്തേക്ക് എന്തായാലും ഇവർക്ക് പണിഷ്മെന്റ് ആയിട്ട് 2 hours 2 പേരും ജയിലിൽ കിടക്കണം. ആ ടൈം എപ്പോഴാന്നുള്ളത് ബിഗ് ബോസ് പറയൂന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് അടുത്ത നോമിനേഷനിൽ ഡയറക്റ്റ് ലാലേട്ടൻ ഇവരെ 2 പേരെയും നോമിനേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവർക്ക് 2 പേർക്കും ഒരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. അതില് അനുവിൻ്റെത് ഗിസയിൽ ഇടണം, ഗിസയിലിൻ്റെത് അനു ഇട്ടുകൊണ്ട് ഒരാഴ്ച നടക്കണമെന്നുള്ളതാണ് ഇവർക്ക് കൊടുത്ത പണിഷ്മെന്റ്. അതെ അതെ. പിന്നെ ലാലേട്ടൻ പിടിച്ച് ഇവരെ കോംപ്രമൈസ് ഒക്കെ ചെയ്യിക്കുന്നുണ്ട്. അത് പിന്നീട് കോംപ്രമൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എവിടെ കോംപ്രമൈസ് ആവാൻ. അല്ല അത് മോളൊന്ന് ശ്രദ്ധിച്ചായിരുന്നോ, ഇവരടുത്ത് സോറി പറയാനും ഇതൊക്കെ പറയാൻ നിൽക്കുമ്പോ അനുവിന് പെട്ടെന്ന് ആവേശം ഞാൻ സോറി പറയാം. പക്ഷെ നമുക്കൊരു വൈരാഗ്യം എന്തെങ്കിലും ഇതുണ്ടെങ്കിലും നമ്മളത് ഇച്ചിരി പാടാ. സോറി പറയാനാണെങ്കിലും പറഞ്ഞാലും പെട്ടെന്ന് ചാടിയൊന്നും വീഴ്ത്തിയൊന്നും ഇല്ല, പെട്ടെന്ന് പറയാൻ റെഡി ആവത്തൊന്നും ഇല്ല, നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ. പക്ഷെ അനു അങ്ങനെയല്ല, പെട്ടെന്ന് ചാടി പറയും ഒക്കെ കോമഡി. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും അനുവിന് ഇവിടെ ഗെയിമാണ് വലുത്. കാര്യം ഈ ആള് തന്നെ ഇന്ന് ലൈവില് പറയുന്നുണ്ടായിരുന്നു എനിക്ക് എല്ലാവരോടും പോയി മിണ്ടാനൊന്നും പറ്റത്തില്ല പ്രശ്നം വന്നാലെന്ന്. എന്നിട്ട് ആ ആള് തന്നെ ഇന്ന് ഓടി ചെല്ലുന്നുണ്ടായിരുന്നു. അനു ആണ് അങ്ങോട്ട് ഓടി ചെല്ലുന്നത്. പക്ഷെ ഗിസലിന് പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് അനുവിന് ഗെയിം ഏറ്റവും വലുതാണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അനുവിന് പ്രത്യേകിച്ച് ഈ ഗെയിമിന് വേണ്ടിയിട്ടാണ് ഓരോന്ന് കാര്യങ്ങൾ മനസ്സിലെടുക്കുന്നതും സംസാരിക്കുന്നതും ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിന്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കും എന്താണ് പോണോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇറക്കി വിട്ടിട്ട് പിന്നെ അത്രയും ഞങ്ങളുടെ റിക്വസ്റ്റ് ചെയ്ത് സോറി പറഞ്ഞതുകൊണ്ടാണ് തിരിച്ചു കയറ്റിയത്, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നെവിൻ പറയുന്നുണ്ട് പെട്ടെന്ന് ആ ടാസ്കിലുള്ള അധികാരം എല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് അതിങ്ങനെ പിടിച്ചു നിൽക്കുമായിരുന്നു, അതിന്റെ പേരിൽ അങ്ങ് പറഞ്ഞു പോയതാ ലാലേട്ട, സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് ഫോൺ എന്തെങ്കിലും യൂസ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് പുറത്ത്. കാരണം ചിലർക്ക് അത് ഡൗട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എവിടെ താമസിച്ചെന്ന് പോലും എനിക്കറിയില്ല, കണ്ണു കിട്ടിയാൽ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഈ വന്നത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോ ആദിലും നൂറയും അനുവിനും ഇഷ്ടം ആയിരിക്കില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. സ്വാഭാവികം. അതെ, പക്ഷെ എനിക്ക് അങ്ങനെ ആദിലും നൂറയും അങ്ങനെ ആ സമയത്ത് ഇത് കാര്യങ്ങൾ നേരെ സംസാരിക്കുമ്പോൾ അവര് നേരെ പോകുന്നുള്ള ജനലിയായിട്ട് സംസാരിക്കുന്നതൊക്കെ. അതെ, അപ്പൊ അതിലെടുത്ത് നൂറെടുത്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പോയതിൽ വിഷമം ഉണ്ടോ എന്ന് നോക്കുമ്പോ പറയുന്നത് വന്നതിൽ വിഷമം ഉണ്ടോ എന്ന് നോക്കുമ്പോ പറയും ഇല്ല അത് അവന്റെ ഗെയിമാണ്, അവൻ പോയത് അവന്റെ പൊട്ടത്തരാണെന്ന് പറയുന്നുണ്ട്. വന്നതില് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം നെവിൻ പറയുന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ ഞാനപ്പോ ഇറങ്ങിപ്പോയി തിരിച്ചു വന്നത് എന്റെ നട്ടെല്ലും കൊണ്ടാണല്ലോ
എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ലാലേട്ടൻ പറയുന്നത് എന്താ വെളിയിൽ പോയി നട്ടല്ലോ എല്ലാം ഫിക്സ് ചെയ്തിട്ടാണോ വന്നേക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് രേണുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവിടെ വേറൊരാളും കൂടെ അങ്ങനെ പോണോന്ന് പറയാറുണ്ട്, എന്താ രേണു പോണോ? ഇല്ല ലാലേട്ടാ എനിക്ക് പോണ്ട, എനിക്കിനി പോണ്ട. അപ്പോഴത്തേക്ക് നെവിൻ പറയണേ ഞാൻ വിചാരിച്ച പോലും ഇല്ല പറഞ്ഞോടേക്ക് തുറന്നു ചെറുകൊന്ന്. നല്ലൊരു വല്ലാത്ത ചെയ്തായി പോയി, ഇറങ്ങാനും പറ്റിയില്ല, ഇരിക്കാനും പറ്റാത്ത അവസ്ഥയായി പോയി. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഒരു ഇന്റർവെൽ എടുക്കാന്ന് പറഞ്ഞ് പോകുന്ന ടൈമിലാണ് നമ്മുടെ അനു ഇവിടെ ആദിലെടുത്തും നൂറെടുത്തും ശൈത്യടുത്തും കൂടെ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അനുവിന്റെ ഇതുവരെയുള്ള ഗെയിം എല്ലാം ഫ്ലോപ്പ് ആക്കുന്ന രീതിയിലുള്ള ഒരു ഡയലോഗായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിനി ഡൗട്ട് ആയിരിക്കും, അനു ഇനി കാണിക്കുന്നത് ഇനി ഗെയിം ആണോ അതോ അഭിനയാണോ ഒറിജിനലാണോ എന്ന് ഡൗട്ട് വരുന്ന രീതിയിലായി. അനു പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും ഡേയ്സ് ബിഗ് ബോസിന് വേണ്ടിയാ നിന്നത്, എനിക്കിപ്പോ വീട്ടിൽ പോണം, റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചെയ്തത്, എനിക്ക് ഇത്രയും പേയ്മെന്റ് തന്നിട്ടല്ലേ ബിഗ് ബോസ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്നിട്ടും അവരെന്നെ ബിഗ് ബോസ് എന്റെ അടുത്തും എന്താ പറഞ്ഞ ഒരു എന്റെ പക്ഷം നിന്ന് സംസാരിച്ചില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ. അപ്പൊ ആദില അതായത് അവർക്കൊരു പണി കൊടുക്കൂന്ന് അനു പറയുന്നത് കേട്ടോ. അപ്പം ആദില നൂറ് പറയുന്നത് അതിനുള്ള പണിയല്ലേ എടുക്കണ്ടേന്ന് ചോദിക്കുമ്പോ അനു പറയുന്നുണ്ട് അതിനുള്ള പണി ഞാൻ കൊടുക്കും എന്ന് പറയുന്നത്. അപ്പൊ ആദില നൂറ് എന്നിങ്ങനെ നോക്കുന്നുണ്ടോ, അതായത് ബിഗ് ബോസിന് പണി കൊടുക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് കണ്ടന്റ് കൊടുക്കും, തന്ന ക്യാഷിന് ഞാൻ പണി ചെയ്യൂന്നാ പറഞ്ഞത്. അപ്പൊ അതില് അങ്ങനെ എന്ന് പറയുന്നത് കുട്ടിക്ക്. എന്നിട്ട് അനു പറയുന്നുണ്ട്, ഞാൻ ഇരിക്കുന്ന പ്രോഗ്രാം അല്ലേ ഇത്, അപ്പൊ എനിക്ക് നല്ല റേറ്റിംഗ് വേണോന്ന് കരുതിയിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ എന്ന് അനു പറയുന്നുണ്ട്. അല്ല, നല്ല പണി എടുക്കുന്നുണ്ട് പുള്ളിക്കാരി നല്ല ഗെയിം കളിക്കുന്നുണ്ട്, നല്ല കണ്ടന്റ് അതേപോലെയുള്ള കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഈ ഒരു കണ്ടന്റ് മാത്രം ആയി കഴിഞ്ഞാൽ ബോറാ. ആ പുള്ളിക്കാരുടെ ഗെയിമാണ്, ഗെയിം സ്ട്രാറ്റജി ആണ്, ഓക്കെ, അതൊക്കെ അതിൽ ബാക്കിയുള്ളവർ വീഴുന്നുമുണ്ട്, അത് സക്സസ് ആവുന്നുമുണ്ട്. പക്ഷെ എന്നാലും വെച്ച് ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കണം അല്ലേ. ഒരു ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഇച്ചിരി നല്ലൊരു ക്വാളിറ്റി, അതിൻ്റെതായ ഒരു ക്വാളിറ്റി കൂടുതലും വേണം, അത് ഗെയിമിലും വേണം അല്ലാതെയും വേണം. അനുമോളിൽ നിന്ന് അതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അതും കൂടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവിടെ ഒരു അനുമോൾ ഫാൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അക്ബറിനെയൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അക്ബർ എണീറ്റിട്ട് പറയുന്നുണ്ട്, ഒന്നുമില്ല, നമുക്ക് അഗ്രഷൻ പാടില്ല എന്ന് കഴിഞ്ഞോട്ട് ഉമ്മ വിളിച്ചപ്പോ പറഞ്ഞു, അപ്പൊ പിന്നെ ഒരു പാട്ടെങ്കിലും നമ്മൾ പാടണ്ടേ, നമ്മുടെ വീട്ടിലിരിക്കുന്നവരൊക്കെ പറയുമ്പോൾ ഈ രീതിയിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുന്നു. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങള് ഇങ്ങനെ ഒരാളുടെ അടുത്ത് മാത്രം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നീട് അത് കാണുമ്പോൾ ഒരു അലോചകമായിട്ട് തോന്നും, ഒരു സ്ത്രീയോട് മാത്രം. അവിടെ വേറെയും സ്ത്രീകളുണ്ട്, നിങ്ങൾ അവരോടും ഒക്കെ പോയി പ്രശ്നം ഉണ്ടാക്കുക, അല്ലാതെ ഇങ്ങനെ ഒരാളുടെ അടുത്ത് മാത്രം നിൽക്കുമ്പോ അങ്ങനെ തോന്നും, പിന്നെ നിങ്ങളുടെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്. അതുങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, എത്ര ഇൻഡു കൊടുത്താലും കാര്യമില്ല. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, എന്റെ നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, മാരേജ് ആയിട്ടില്ലെന്ന്. അതായത് ഇപ്പം ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ആദ്യമേ നിക്കാഹ് പിന്നെയാണ് രജിസ്റ്റർ മാരേജ്, അങ്ങനെ എന്തോ ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം വീട്ടിൽ പോകുമ്പോൾ ഭാര്യ കാണില്ല, വീട്ടിൽ പോകുമ്പോൾ ഭാര്യ ഇങ്ങനെ പോകുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രാവിലെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ദേഷ്യം വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞതാന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് സഹിക്കത്തില്ല, അത് എപ്പോഴും കേട്ടോണ്ടിരിക്കുമ്പോ നമുക്ക് ഒട്ടും സഹിക്കത്തില്ല. അപ്പോഴത്തേക്ക് അനു പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല, ഇവരെയാണെങ്കിൽ അങ്ങോട്ട് ഇരുന്നേനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോ അനീഷ് പറയുന്നുണ്ട്, അനുമോളും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും പലപ്പോഴും ഇവർ അങ്ങോട്ട് പോയിട്ട്, അത് അക്ബറുടെ ഗ്യാങ് അങ്ങോട്ട് പോയിട്ടാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതും എന്ന് അനീഷ് പറയുന്നുണ്ട് കേട്ടോ. അല്ല, അതുള്ളതാണ് കാര്യം. ആദ്യത്തെ ആഴ്ച അക്ബറിന്റെ അപ്പൻ്റെ ഒക്കെ ടാർഗറ്റ് ഷാനവാസ് ആയിരുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു, ഫുള്ള് ഷാനവാസ് കണ്ടന്റ് ആയിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് പുറകെ കടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ അനുമോളാണ്, അതുകൊണ്ടാണ് അനുമോളുടെ കൂടുതൽ കണ്ടന്റും വരുന്നത്. അതെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഷാനവാസ് പറയുന്നുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഗ്രൂപ്പ് ഇങ്ങനെ അറ്റാക്ക് വന്നപ്പോഴേ നമ്മൾ നോക്കിക്കോളാം, ഇനി അങ്ങനെ പോണത്. അപ്പോഴത്തേക്ക് അനുമോൾ മുമ്പേ പോയി കഴിഞ്ഞ് ഗിസെല്ലാം പോയി ചുണ്ട് തുടയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ അങ്ങ് പോയെന്ന് പറയുന്നുണ്ട്. അപ്പം ബിന്നി പറയുന്നുണ്ട്, അനുമോൾ ചെയ്ത ചില കാര്യങ്ങളും തെറ്റുണ്ട്, അതേപോലെ തന്നെ ഇവരും കുറച്ച് അധികം ഗ്രൂപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ രണ്ട് ഗ്രൂപ്പും അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്റെ ഗ്രൂപ്പ് അത് ഞാൻ അങ്ങനെ തള്ളി പറയുന്നത്. അപ്പോഴത്തേക്ക് അല്ല, ബിന്നി അങ്ങനെ ഭയങ്കര ഗ്രൂപ്പായിട്ട് അവിടെ നിൽക്കാറില്ല പറഞ്ഞത്. അപ്പൊ ഒണിയലിനോട് ചോദിക്കുമ്പോ ഒണിയല് പറയുന്നു, ആരും ഇങ്ങനെ അറ്റാക്ക് ആയിട്ട് പോകാറില്ല, ആരും ഒറ്റയ്ക്കല്ല, ഇവിടെ എല്ലാരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ബട്ട് പറഞ്ഞ അത്
അനുമോള് കേൾക്കാറില്ല എന്നുള്ള രീതിയിൽ ഓണിയല് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ രണ പറയുന്നുണ്ട് എനിക്ക് അനുവിന്റെ ഐഡിയോളജി ആയിട്ട് ഒന്നിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് എല്ലാവരുടെയും ഐഡിയോളജി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിക്കാൻ പറ്റുമോ, പലർക്കും പല ഐഡിയോളജി ആയിരിക്കും, അത് നമ്മൾ പൊരുത്തപ്പെടുക അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു എന്തെങ്കിലും ഒരു ഇതിൽ പോവുക എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ ചീറ്റിപ്പോയി രണയുടെ. അപ്പോഴത്തേക്ക് ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, നമുക്കിത് 24x7 ലൈവ് കാണുമ്പോൾ ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എപ്പോ നോക്കിയാലും വഴക്കാണ്, രാവിലെ എണീറ്റ് പാട്ടിട്ട് കഴിഞ്ഞാൽ തൊട്ട് വഴക്കാണ്. അപ്പം കുറച്ച് പോസിറ്റീവായിട്ട് പോവൂ എന്നും പറയുന്നുണ്ട്. അപ്പം രണ പറയുന്നുണ്ട് എന്താണ് ഒരു ചൈനീസ് വേർഡ് എന്താണതെന്ന് ചോദിക്കുമ്പോൾ രണ അതൊരു ചൈനീസ് വേർഡ് അല്ല, അതിനൊരു അർത്ഥം ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അർത്ഥമില്ലാത്ത വാക്കാ, അതൊന്തൊരു വാക്കാ. അതെ. അപ്പൊ അക്ബർ പറയും ഞാനാണ് ആദ്യം വിളിച്ചത്, അതൊരു അർത്ഥം ഉണ്ടോന്ന് പോലും എനിക്ക് അറിയില്ലെന്ന് നമ്മുടെ അക്ബർ പറയുന്നത്. അർത്ഥമില്ലാത്ത വാക്കൊക്കെ അല്ലേ, മ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് അർത്ഥമില്ലാത്ത വാക്കാവത്തില്ലല്ലോ. അപ്പോഴത്തേക്ക് ബിന്നി പറയുന്നുണ്ട് അതിനൊരു അർത്ഥമില്ല, നമ്മൾ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഇട്ടതാന്ന് പറയുമ്പോ അപ്പൊ അനുമോക്ക് അല്ല അതിനെന്തോ മോശം അർത്ഥം ഉണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്ന പറയുമ്പോ ഇല്ല അതിനൊരു അർത്ഥം ഇല്ലെന്ന് പറയുന്നുണ്ട്. അതുപോലെ ലാലേട്ടനും അതിനെ ഒന്നും ചെയ്തില്ല. അത് ചോദിച്ചില്ല, അത് ചോദിക്കണ്ടായിരുന്നു. കാര്യം മ്യൂട്ട് ചെയ്തെങ്കിൽ അതിന്റെ അർത്ഥം കാണും. പിന്നെ ഇവര് അവിടെ അകത്ത് വെച്ച് ഇവര് മോശം വാക്കുന്ന രീതിയിലാണ് പറഞ്ഞു, ഇവിടെ വെച്ചിട്ട് അങ്ങ് നേരെ പ്ലേറ്റ് മാറ്റി ടീമുകൾ. അപ്പോഴത്തേക്ക് ലാലേട്ടൻ പറയുന്നുണ്ട് എന്തായാലും ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കൂ, ഒരു ഹെൽത്തി ഗെയിം കളിക്കാനൊക്കെ നോക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അനു പറയുന്നുണ്ട് എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, എന്റെ ഷവർ കിറ്റ് കാണുന്നില്ലായിരുന്നു, ഞാൻ ഇവിടെ എല്ലാവരോടും ചോദിച്ചു, ക്യാപ്റ്റനോടും ചോദിച്ചു, ക്യാപ്റ്റനും എല്ലായിടത്തും ചോദിച്ചിട്ട് കണ്ടില്ല. പിന്നെ ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ആദില വന്ന് പറഞ്ഞത് ആര്യനാണ് അതെടുത്തതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ആര്യം പറയുന്നുണ്ട്, എന്നിട്ട് അനു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നു, എന്തിനാണോ എന്തോ. അപ്പം ആര്യം പറയുന്നുണ്ട് എന്റെ ഷർട്ടും ടീഷർട്ടും ഒക്കെ ഈ അനു എടുത്ത് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിട്ട് അതപ്പോ പ്രശ്നമില്ലേന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പം അതിന്റെ പേരില് എന്നിട്ട് മാത്രല്ല ഇന്നലെ ഞാൻ ജയിലിൽ പോയപ്പോ എന്നെ പെണ്ണെടുത്ത് കുത്തി എന്ന് പറയുന്നത്, അപ്പൊ ചോര വന്നെന്ന് പറയും. അപ്പൊ അനുഭവിക്കുന്നത് അതെന്തിനാന്ന് പറ എന്താ പ്രശ്നം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആര്യം പറയുന്നുണ്ട് ജയിലിൽ പോകുമ്പോ ഒന്നും കൊണ്ടുപോകരുത്, അത് അവരുടെ കംഫോർട്ട് സോൺ ആണല്ലോ, അവർക്ക് ഒരു പാവ ഉണ്ട്, അപ്പൊ ആ പാവ കൊണ്ടുപോകാതിരിക്കും, ഞാനത് എടുത്തതിന് അവളെന്നെ പെണ്ണുകൊണ്ട് കുത്തി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ആണ് അവർക്ക് പ്രശ്നമില്ലാത്തോണ്ട് എന്നിട്ട് ആരെയും പറയുന്നുണ്ട് അവളെന്നെ കുത്തിയിട്ട് ഞാനവിടെ വന്നിരുന്നു, പക്ഷെ തിരിച്ചോലാണെങ്കിൽ അവിടെ നോക്കിക്കൊണ്ട് പോയിരുന്നു, ഇപ്പൊ ഡ്രാമ ഇറക്കിയെന്ന് ആരും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അനു കുത്തിയിട്ടുണ്ട്, അത് കുത്തിയിട്ടില്ലെന്നൊന്നും അനുവും പറയുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ശരത്ത് പറയുന്നുണ്ട് ഞാനും അത് എടുക്കാൻ നോക്കിയത് ആ പാവ, പക്ഷെ അത് തന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ആര്യന്റെ ബാൻഡ് എടുത്ത ദിവസം ആ ഡേ എന്റെ ബാൻഡ് ആര്യൻ അതായത് ലാലേട്ടൻ നമ്മുടെ ആര്യന്റെ ബാൻഡ് എടുത്തോണ്ട് പോയായിരുന്നല്ലോ, ആ ഡേ തന്നെ ഷാനവാസിന്റെ ഷെൽഫിൽ ഇരുന്ന ബാൻഡ് ആര്യൻ അടിച്ചു മാറ്റി. അപ്പം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഷെൽഫും കാര്യങ്ങളൊന്നും അതിൽ പോയി എടുക്കരുതെന്ന്, എന്നിട്ടും കേൾക്കാതെ ആര്യൻ അത് എടുത്തു. മാത്രമല്ല അനുവിന്റെ കിറ്റ് ആര്യൻ അടിച്ചു മാറ്റിയിട്ട് അത് എന്റെ ബെഡിലാണ് കൊണ്ടുവന്ന് വെച്ചത്, ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി വഴക്കുണ്ടാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നിങ്ങനെ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് കേട്ടോ. അതെ അതെ, എന്തായാലും ഷാനവാസ് നല്ല രീതിക്ക് ആര്യനായിട്ട് കൊട്ടു കൊടുക്കുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആര്യൻ എന്താ ഇങ്ങനെ ഒരു നെഗറ്റീവ് ആണ്, എന്ത് പറഞ്ഞാലും ബിഗ് ബോസിനോട് ഞാൻ ഇല്ലാന്ന് പറയുന്നുണ്ട്, അനുസരിക്കില്ല, ഏതിനും ഗെയിം കളിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളോട് മാത്രമല്ല നമ്മുടെ ഈ ഒരു മൊത്തം ബിഗ് ബോസ് വീടിനോടും ബിഗ് ബോസിനോടും മൊത്തത്തിൽ ഒരു ഇഷ്ടമില്ല, ഒരു നെഗറ്റീവ് ആണ് എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുന്നത് എന്താന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാൻ അത് ചെയ്യില്ല, സോറി ലാലേട്ടാന്നൊക്കെ നമ്മുടെ ആര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ലാലേട്ടൻ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഷാനവാസ് അവിടെ നിന്ന് പറയുന്നുണ്ട് കള്ളനായില്ലേ പെരുങ്കള്ളൻ എന്ന് പറഞ്ഞിങ്ങനെ ആര്യനെ മൂപ്പിക്കുന്നുണ്ട് നമ്മുടെ ഷാനവാസ് കേട്ടോ. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് ഗിസേലിന്റെ പെട്ടി അനുവിന്റെ അടുത്ത് സ്റ്റോറൂമിൽ പോയി നോക്കാൻ പറയുമ്പോൾ ഗിസേലിന്റെ നാട്ടിൽ അയച്ച പെട്ടി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അനുവിന്റെ അടുത്ത് പറയുന്നുണ്ട് അത് കൊടുത്ത് കോംപ്രമൈസ് ആക്കി അങ്ങനെ കെട്ടിപ്പിടിക്കാൻ. അനുവൊക്കെ ചാടി വരുന്നുണ്ട് കെട്ടിപ്പിടിക്കാനും കൊടുക്കാനും, അനുവിന് ഒരു പ്രശ്നമേ ഇല്ല അതൊന്നും. ഇങ്ങനെ അതെല്ലാം കൊടുത്ത് കോംപ്രമൈസ് ആക്കുന്നുണ്ട്.
പക്ഷെ കോംപ്രമൈസ് ആവത്തില്ല അത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവര് ലാലേട്ടൻ പോയി ഒരു ബ്രേക്കിന് പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആര്യനും ഗിസലും ഇവരെല്ലാരും കൂടെ ആ ചൈനീസ് വേർഡ് പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ആര്യം ഷാനവാസിനെ നോക്കി എങ്ങാണ്ട് അത് വിളിച്ചപ്പോഴത്തേക്ക് ഷാനവാസ് പറയുന്നുണ്ട്, ആ വേർഡ് നീ ഇവിടെ വിളിക്കുന്നതിന് മുമ്പ് വന്നിട്ട് ഇരുന്നിട്ട് അതിന്റെ അർത്ഥം എന്നോട് പറഞ്ഞു തന്നെ, പക്ഷെ നീ അത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, നീ നിന്റെ എന്ന് പറഞ്ഞിട്ട് നീ നിന്റെ തന്തയെ പോയി വിളിക്കുന്ന പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആര്യം പറയുന്നുണ്ട്, ഇയാൾ ഇത്ര ചീപ്പാണ്, ഇയാൾ എന്തിനാ ഇനി ഇക്കാന്നൊക്കെ വിളിക്കുന്നേ, ഇയാൾ ഇനി എടോ പോടോ ഷാനവാസ് എന്നൊക്കെ വിളിച്ചാൽ മതി, പോയി നിന്റെ പോയി പോടാ പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ആര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഷാനവാസ് പറയുന്നുണ്ട്, എന്നെ ആ വേർഡ് പറയുന്നുണ്ട്, ആ വേർഡ് എന്താണെന്ന് നമ്മളെ കേൾപ്പിച്ചിട്ടില്ല കേട്ടോ, വിളിച്ചാൽ ഞാൻ പോയി നിന്റെ തന്തയോട് പറയടാ എന്ന് തന്നെ പറയും എന്ന് പറയുന്നുണ്ട്. അപ്പോ ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നു എന്താണ് ഇത് അടിയടക്കുമ്പോഴേ കേട്ടോണ്ടാണ് ലാലേട്ടൻ വരുന്നത്, അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ ചൈനീസ് വേർഡ് വിളിച്ച്, പക്ഷെ ഞാൻ വിചാരിച്ച അപ്പൊ ചോദിക്കുമെന്ന്. ലാലേട്ടൻ ഒന്നും മിണ്ടിയില്ല. അപ്പോഴത്തേക്ക് അനീഷിന്റെ അടുത്ത് ചോദിക്കും, അനീഷ് എന്താ പറയാനുള്ള ഇതിനെ പറ്റി ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, ആര്യൻ പലപ്പോഴും ആവശ്യമില്ലാത്തടത്ത് ആവശ്യമില്ലാത്ത വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തും ചിരിച്ചും, അതായത് കരയേണ്ട അടുത്ത് ശരിക്കും ചിരിക്കേണ്ട അടുത്ത് കരഞ്ഞും ഒക്കെ കാണിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴും ഇവിടെ അത് തന്നെ ചെയ്തെന്ന് പറഞ്ഞു. ലാലേട്ടൻ ഒന്നും പറഞ്ഞില്ല, എല്ലായിടത്തും ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ടാസ്ക് തരുമ്പോൾ തന്നെ പേടിയാണ്, എല്ലാവരും നന്നായിട്ട് അത് ചെയ്യുമെന്ന്, കാരണം മൊത്തത്തില് പ്രശ്നങ്ങളാണ്, അതായത് ഭയങ്കര ഇതാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, നല്ല രീതിയിലുള്ള ടാസ്കുകളൊക്കെ ചെയ്യാൻ നോക്കൂ, നൈറ്റ് തന്ന ആ ടാസ്ക് തന്നത് നിങ്ങൾ എന്തോരം നന്നായിട്ടാ ചെയ്തത്, അപ്പൊ നല്ല രീതിയിലൊക്കെ ചെയ്യാൻ നോക്കൂ, അതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് എന്നൊക്കെ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. സ്വേച്ഛാധിപതി ടാസ്ക് തന്നെ കൊടുത്തിട്ട് അത് ആ സ്റ്റാർട്ടിങ്ങെ കുളവാക്കി കയ്യിൽ തന്നു. അപ്പൊ അത് നല്ല രീതിക്ക് പോയിരുന്നെങ്കിൽ ചിലപ്പോ ഇതിലും നല്ല കണ്ടന്റ് ഒക്കെ കിട്ടിയാനെ. ഈ വഴക്ക് മാത്രമല്ലല്ലോ കണ്ടന്റ് ഉള്ളത്. എന്നിട്ട് ലാലേട്ടനെ കുറെ കുടയുന്നുണ്ട് കേട്ടോ. അല്ല, ലാലേട്ടൻ ആര്യനെ കുറെ കുടയുന്നുണ്ട്. അതായത് ഇതൊരു ബിഗ് ബോസ് വീടാണ്, മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്, അത് മാറ്റാൻ നോക്കൂ, ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, ഗെയിം കളിക്കാൻ നോക്കൂ. പലപ്പോഴും ബിഗ് ബോസ് പറയുന്നതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിക്കാറുണ്ട്, അത് ചെയ്യരുത്, ഒരു നെഗറ്റിവിറ്റി പോലെയാണ് എപ്പോഴും തോന്നുന്നത്. പിന്നെ ഹെൽമെറ്റ് ഇടണോന്ന് ചോദിക്കുമ്പോൾ നീ എടുത്തത് കുളിക്കുമ്പോ ഇടണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവും, അതാണ് ഞാൻ ഈ സീസൺ 7 വരെ വന്നിട്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്, എനിക്കതൊക്കെ മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രമോയില് കണ്ടതുപോലെ എന്നോട് കളിക്കണം എന്നാണെങ്കിൽ നീ അത് കളിക്കൂ, ഞാനും പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ. അപ്പോഴത്തേക്ക് ആര്യൻ തീർന്നു. എന്നാലും ആര്യൻ ആ തർക്കോത്തരം ഇതൊന്നും നിർത്തുന്നില്ല. നിങ്ങളുടെ റിഫ്ലക്സ് എന്താന്ന് മനസ്സിലാക്കാതെ ഒന്നും ഇരിക്കുമല്ല ഞാനിവിടെ, അതായത് ചുമ്മാതൊന്നും എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തത്തില്ലല്ലോ എന്നൊക്കെ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലാലേട്ടൻ ലാസ്റ്റ് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് കളിക്കാനാണെങ്കിൽ നിന്ന് കളിക്കൂ, ഇല്ലെങ്കിൽ ഇവിടുന്ന് എല്ലാരും കൂടെ 7ന്റെ പണി വരുമെന്ന് പറയുന്നു. അതെ. അപ്പൊ എന്നിട്ട് എവിക്ഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്നിട്ട് രേണുവിന്റെ അടുത്ത് വിളിച്ചെടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, രേണു വീട്ടിൽ പോകാൻ താല്പര്യമുണ്ടോ? ഇല്ലല്ല ചേട്ടാ, എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇവിടെ നിന്നോളാം. അപ്പൊ ആര്യന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആര്യൻ പണിയില്ലല്ലോ ചേട്ടാ, ഫൈനൽ വരെ നിക്കണമെന്നാണ് എന്ന് പറയുന്നു. രണ്ടുപേര് എവിക്ഷനിൽ പോവേണ്ടതായിരുന്നു, പക്ഷെ ഓണമൊക്കെ വരുന്നോണ്ട് ഇന്ന് നോ എവിക്ഷൻ എന്ന് പറയുന്നു കേട്ടോ. ഈ നെക്സ്റ്റ് അടുത്ത വീക്ക് എവിക്ഷനിലും ഇപ്പൊ ഉള്ളവരും കൂടെ നമ്മുടെ അനുവും ഗിസയിലും കൂടി ഉണ്ട്. അപ്പൊ അവരും കൂടി എക്സ്ട്രാ ചേർത്തായിരിക്കും വോട്ടിങ് വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി വോട്ട് ചെയ്യുക, അർഹതയുള്ളവരെ അകത്തിരുത്തുക, അല്ലാത്തവരെ പുറത്തിറക്കുക, അതായത് ഗെയിം കളിക്കാത്തവരെ പുറത്തിറക്കുക. ചിലവർ ഇച്ചിരി ഭയങ്കര സീനൊക്കെ ആയിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമല്ലാത്തവർ കാണും, പക്ഷെ എന്നാലും ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇനി ആരെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ തിരിച്ചുകൊണ്ട് ഇതേപോലെ ഒന്നും വരത്തില്ല, ഇത് ലാസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അപ്പം ലാലേട്ടൻ പോകാന്ന് പറയുമ്പോൾ നെവിൻ പറയുന്നുണ്ട്, യൂസ് നിന്ന് വരുമ്പോ എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവരണേന്ന് പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ പറയുന്നത്, നീ ഇറങ്ങിയ വായ്പ തന്നെ നിനക്ക് തരാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് പറഞ്ഞ ലാലേട്ടൻ പോവുകയാണ്. അപ്പൊ നമ്മളെ കാണിക്കുന്നുണ്ട്, ലാലേട്ടൻ പറയുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് വന്യമായി വീട്ടിന്റെ അകത്ത് കയറുന്നു. അതെ, വന്യമായ എന്തോ ഒന്ന് വീട്ടിനകത്ത് കയറും. അതെ, വൈൽഡ് കാർഡ് ആയിരിക്കും ഉദ്ദേശിച്ചത്, വന്യമായ എന്തോ അത് ഇവര് താങ്ങുമെന്ന് അറിയില്ലെന്ന് പറയുന്നത്. മിക്കവാറും 2-3 വൈൽഡ് കാർഡൊക്കെ കാണുമെന്ന് തോന്നുന്നു കേട്ടോ. ചിലപ്പോ അതിൽ കൂടുതൽ കാണുമെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഒരു 3-4 വരെ അടിച്ചു പൊളി പുറത്താക്കിയിട്ട് 7 വരെ 5-6 വരെ കയറ്റും. അതും ലാലേട്ടൻ പറയുന്നുണ്ട്, അടുത്ത ആഴ്ച ചിലപ്പോ ഈ ആഴ്ചത്തെ 2 പേരും അടുത്ത ആഴ്ച 2 പേരും ചേർന്ന് 4 വരെ വിട്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചിലപ്പോ മിക്കവാറും അടുത്ത ആഴ്ച 2 പേരെ വിട്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത ആഴ്ച എന്തായാലും വൈൽഡ് കാർഡ് കാണുമെന്ന് തോന്നുന്നു. കാണും. കേട്ടൻ ടൈം ആയി, ഗെയിമൊക്കെ പോയി തുടങ്ങി.
അപ്പം പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് പണിപ്പുരയിൽ ഇനി പുതിയ പണികളായിരിക്കും വരുന്നത്, മാത്രമല്ല ഓണാഘോഷവും സദ്യയും പായസവും അത്തപ്പൂവും ഒക്കെ അടുത്ത ആഴ്ച ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീക്ക് വരാന്ന് പറഞ്ഞത് നമ്മുടെ ലാലേട്ടൻ പോയിട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി എന്തോ ഭയങ്കരമായ ഒരു വഴക്ക് വീണ്ടും അവിടെ നടക്കുന്നുണ്ട്. ഇതുങ്ങൾക്ക് ഒന്നും തലയിൽ കയറിയില്ല എന്നുള്ളത് ആ ഒരു ഇതിൽ തന്നെ മനസ്സിലായി. ഒന്നുമില്ല, ആര്യൻ അവിടെ ഇരിക്കുന്ന അനു നടന്നു പോകുന്നു, അനു ചവിട്ടിയെന്നും പറഞ്ഞിട്ട് ആര്യൻ തിരിച്ചു പോയി ചവിട്ടുന്നൊക്കെ ഉണ്ട്. ഷാനവാസ് അക്ബറും തമ്മിൽ അടിയുണ്ട്, പ്രൊമോയിലൊക്കെ കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി ഇരിഞ്ഞ് അടിയുണ്ട്. ഇത് തന്നെ പഴയ സംഭവങ്ങൾ തന്നെ വീണ്ടും വരിക്കാട് കയറണം. അപ്പൊ ഈ ആഴ്ച കൂടി ഇത് കണ്ട് നമ്മള് നമ്മുടെ മണ്ട പൊളി, അത്രേ ഉള്ളു പറയാൻ. എന്തായാലും നല്ല വഴിക്കാട്ടുകൾ കയറട്ടെ, കയറി നല്ല 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 ഗെയിമുകൾ കളിക്കട്ടെ. അനൂനെ ആണെങ്കിലും ഇപ്പഴത്തെ ടീമിനെ ആണെങ്കിലും എല്ലാരെയും പൊളിച്ചടുക്കി അല്ലേ. അത് തന്നെ, എല്ലാവരുടെയും ഗെയിം ഒന്ന് പൊളിച്ചിട്ട് ഒന്നേന്ന് എല്ലാവരുടെയും ഗെയിം ബിൽഡ് ചെയ്യട്ടെ വേറെ രീതിയിൽ. അതല്ല ഇപ്പോഴത്തെ ഗെയിം കുളത്തില്ല. പിന്നെ വേറെ എന്താ നിനക്ക് ഇന്നത്തെ മൊത്തത്തിൽ എപ്പിസോഡ് എങ്ങനെ ഉണ്ടെന്ന് തോന്നി? എനിക്ക് ഇന്നത്തെ തണുത്ത മൊത്തമായിരുന്നു. അതെ പറയാനും ചോദിക്കാൻ ഇച്ചിരി ഹെവി ആയിട്ട് ചോദിക്കാനും പറയാനൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ലാലേട്ടൻ വീഡിയോ കോൾ വന്നോണ്ടായിരിക്കും ആ ഒരു ശക്തി ഇല്ലാതെ പോയത്. അങ്ങനെ അല്ലാതെ കേട്ടോ. അതെ എന്നാലും അതങ്ങനെയാണല്ലോ, പ്രൊമോ അങ്ങനെ വരത്തുള്ളൂ. കാര്യം കട്ട് ചെയ്ത് കയറ്റുന്നതാണല്ലോ പ്രൊമോ. അപ്പൊ അതൊരു ഇതായിട്ട് തോന്നി. പിന്നെ ചില കാര്യങ്ങള് വേറൊരു കാര്യമുണ്ട്, നമ്മുടെ അക്ബറിനും ടീംസിനും ഒന്നും ചെറുതായിട്ട് അങ്ങ് ചിരിച്ചു പറഞ്ഞു വിട്ടതേ ഉള്ളൂ. ഇതൊക്കെ അവർക്ക് മനസ്സിലാവൂ. ഈ രീതിയിൽ തന്നെ പോകുന്നതാണ് തോന്നുന്നത് അവര്. പിന്നെ അനീഷിന്റെ ഗെയിം ഒന്ന് ഓണാക്കണമായിരുന്നു. പിന്നെ ഈ സേഫ് ഗെയിമേഴ്സ് ആയവരെ ഒന്ന് ഓണാക്കണമായിരുന്നു. അങ്ങനെ പിന്നെ രണക്കിട്ട് കൊടുക്കണമായിരുന്നു. രണ ഫാത്തിമ ഇത്രയും ഓവറായിട്ട് ഇത് ചെയ്തിട്ട് ചീത്ത വിളിക്കുകയും ചെയ്തിട്ട് അത് ആ ബാഡ് വേർഡ് എന്താന്ന് അത് പറഞ്ഞൊന്ന് ചോദിക്കണമായിരുന്നു എന്ന് തോന്നിയിരുന്നു. അത് ഇത്ര ഉള്ളൂ ചോദിക്കും, പക്ഷെ അത് ചോദിച്ചിട്ടില്ല. അതേ ഉള്ളായിരുന്നു. അപ്പം ആവറേജ് എന്നേ പറയാനുള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. ഇല്ലേ, നോർമൽ എപ്പിസോഡ് ആയിട്ട് പോവുമായിരിക്കും കേട്ടോ. അതെ, നാളെ രാവിലെ എപ്പിസോഡ് അങ്ങനെയായിരിക്കും. അപ്പം നാളെ കാണാം. ബൈ.